നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. രാജീവം വിടർന്നത് ചമ്പക്കുളം ചുണ്ടനിൽ. രാജീവ് ഗാന്ധി ട്രോഫി വെനീസ് ബോട്ട് ക്ലബ് തുഴഞ്ഞ ചമ്പക്കുളം പുത്തൻ ചുണ്ടൻ 21ാമത് ജലോത്സവ ജേതാവായി. പ്രാദേശിക ജലോത്സവങ്ങളെ അവഗണിക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രാദേശിക MLA-മാരാണ് ജലോത്സവത്തിന് ഫണ്ട് അനുവദിക്കേണ്ടത്. 2 ലക്ഷം രൂപ പുളിങ്കുന്ന് വള്ളംകളിക്ക് അനുവദിച്ചതായും ആഭ്യന്തരമന്ത്രി. ഉറവിടം മാലിന്യം സംസ്കരണം ഇടതുപക്ഷ വീക്ഷണത്തിൽ. ഉറവിട മാലിന്യ സംസ്കരണ സെമിനാർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. 21ാമത് പുളിങ്കുന്ന് രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയിൽ സുനിൽ വഞ്ചിക്കൽ ക്യാപ്റ്റനായ വെനീസ് ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ ഒന്നാമതായി. പുളിങ്കുന്ന് പമ്പയാറ്റിൽ വിസ്മയം തീർത്തുകൊണ്ടാണ് ചമ്പക്കുളം ചുണ്ടൻ 21ാമത് രാജീവ് ഗാന്ധി കിരീടം നേടിയത്. 2ാം സ്ഥാനം സെന്റ് ഫ്രാൻസിസ് കേരളയുടെ ശ്രീഗണേഷും ദാവീദ് പുത്ര കാവാലത്തിന്റെ കാരിച്ചാൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗണേശൻ കാരിച്ചാൽ ചമ്പക്കുളം 3 പേർക്കും ചരിത്രമുണ്ട്, 3 പേർക്കും റെക്കോർഡുകളുണ്ട്. 3 പേരും നിങ്ങളെ പോലെ ഗണേശൻ കാരിച്ചാൽ ചമ്പക്കുളം. ഇങ്ങനെ 1ാം ട്രാക്കിലൂടെ ഗണേശൻ ഇല്ല പറയാറായിട്ടില്ല. ഇവിടെ കടന്നു വരുന്ന ചമ്പക്കുളം ഇല്ല പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല. കാരിച്ചാലേ ചമ്പക്കുളമേ ഗണേശനെ കുതിച്ചു വാ, പിടിച്ചു വാ. അങ്ങനെ വെള്ളത്തുള്ളിലെ കീറി മുറിച്ചുകൊണ്ട് കാഞ്ഞു വാ, അടിച്ചു കുത്തി വാ, ഇടിച്ചു കയറി വാ, വില തെറ്റും എന്തിനു വരെ ഇടിച്ചിട്ട് വെയിറ്റ് സുന്ദരമായി വരി ഇടിച്ച് അതിസുന്ദരമായി രാജീവ് ഗാന്ധി ട്രോഫി സുനിൽ വഞ്ചിക്കന് ചമ്പക്കുളത്തിന് 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയ്ക്ക് അടിയന്തരമായി 2 ലക്ഷം രൂപ അനുവദിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആഹ്ലാദ തിമിർപ്പിൽ എത്തിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും മനോഹരമായ ആവേശകരമായ ജലമേളയാണ് ശ്രീ രാജീവ് ഗാന്ധിയുടെ പേരിൽ ഈ പുളിങ്കുന്നാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടനാടിൻ്റെ ഭാഗമാണ് നമ്മുടെ നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഈ വള്ളങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ഇത്തവണ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വള്ളങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയാണ് 3 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച് വള്ളപ്പുരകളുടെ നിർമ്മാണം, വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ബാക്കി കുട്ടനാട്ടിലുള്ള വള്ളങ്ങൾക്ക് കൂടി അത് നൽകണമെങ്കിൽ തീർച്ചയായും അത് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. അതിനാവശ്യമായ ഒരു പദ്ധതി തയ്യാറാക്കി തന്നാൽ മതി. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് അത് അംഗീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇവിടെ എല്ലാ വള്ളങ്ങൾക്കും സഹായങ്ങൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ ഇനിയും ജലമേളകൾ നടത്താൻ പ്രയാസകരമായി മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സന്ദർഭമാണ്. ബഡ്ജറ്റ് സമയത്ത് ഇത് പറയേണ്ടതായിരുന്നു. ഇതൊന്നും പറയാതെ ഇപ്പോൾ, കാരണം കഴിഞ്ഞ തവണ ഈ വള്ളംകളി നടക്കാതെ പോയത് കൊണ്ടാണ് സംഘാടകർക്ക് ഇത് അറിയിക്കാൻ കഴിയാതെ പോയത്. ഞാനിപ്പോൾ ഈ അനിൽ ബോസ് ഇത് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ടൂറിസം മന്ത്രിയെ, അദ്ദേഹം മലപ്പുറത്താണ്, ശ്രീ അനിൽകുമാർ, അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. അങ്ങനെ തൽക്കാലികം ഈ വർഷത്തെ പരിപാടിക്ക് വേണ്ടി 2 ലക്ഷം രൂപ അനുവദിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരും വർഷങ്ങളിൽ എല്ലാവരും യോജിച്ച് ജലമേള നടത്തുകയാണെങ്കിൽ കൂടുതൽ തുക ഗവൺമെന്റിൽ നിന്നും അനുവദിപ്പിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകി. കുട്ടനാട്ടിലെ കളിവള്ളങ്ങളുടെ നവീകരണത്തിന് സർക്കാർ തുക അനുവദിക്കാൻ സന്നദ്ധരാണ്. ഇതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊടിക്കുന്നിൽ സുരേഷ് MP പതാക ഉയർത്തി. അഡ്വക്കേറ്റ് അനിൽ ബോസ് അധ്യക്ഷനായ യോഗത്തിൽ അലക്സ് മാത്യു, തങ്കച്ചൻ കാനാച്ചേരി, റാഫി, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം എന്നിവർ സംസാരിച്ചു.
AKG പഠന ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മാലിന്യ സംസ്കരണ സെമിനാർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അധ്യക്ഷനായി. ഉറവിട മാലിന്യ സംസ്കരണം ജനകീയമാക്കാനും നൂതന സങ്കേതങ്ങൾ പരീക്ഷിക്കുവാനുമുള്ള മഹായജ്ഞമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് VS പറഞ്ഞു. ആലപ്പുഴ SDB സെന്റിനറി ഹാളിലാണ് പരിപാടി നടന്നത്. ഈ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു അവസ്ഥയുണ്ടെങ്കിലും ആ ഗവൺമെന്റുകളുടെ പ്രവർത്തന ഫലമായി നാടിനെ പുറകോട്ടടിപ്പിച്ചത് ചെറിയ തോതിലല്ല എന്നത് നാം കാണേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയും അത് തന്നെയാണ്. വൻതോതിൽ നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന നിലയാണുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നേട്ടങ്ങൾ നിലനിർത്തുന്നതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ യോജിപ്പും ആ യോജിച്ചുകൊണ്ടുള്ള ഇടപെടലും അനിവാര്യമായിരിക്കും. ഇതിൽ വലിയ തോതിൽ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ജനങ്ങളെ വിവിധ അറകളാക്കി മാറ്റാൻ അതിലൂടെ പരസ്പരം പോരടിപ്പിക്കാനുമുള്ള ബോധപൂർവമായ നീക്കങ്ങൾ ഇവിടെ നടത്തുന്നതായി കാണാൻ നമുക്ക് കഴിയും. ഡോക്ടർ തോമസ് ഐസക് MLA സെമിനാർ രേഖ അവതരിപ്പിച്ചു. ശുചിത്വ സങ്കേതങ്ങൾ, നഗര പച്ചക്കറികളും പ്ലാസ്റ്റിക് ബദലുകളും, വിദ്യാഭ്യാസ പ്രചരണ ക്യാമ്പയിൻ എന്നിങ്ങനെ 3 സെക്ഷനുകളായാണ് സെമിനാർ നടന്നത്. ശുചിത്വ സങ്കേതങ്ങൾ എന്ന വിഭാഗത്തിൽ കോഴിക്കോട് മേയർ പ്രൊഫസർ MK പ്രേമജം, കൊല്ലം മേയർ പ്രൊഫസർ PK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നഗര പച്ചക്കറികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് ചന്ദ്രിക, CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി എന്നിവർ അധ്യക്ഷരായി. വിദ്യാഭ്യാസ പ്രചരണ ക്യാമ്പയിൻ സെക്ഷനിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രതിഭ ഹരി അധ്യക്ഷയായി. ഡോക്ടർ TM തോമസ് ഐസക് MLA, M ഗോപകുമാർ, R അജിത് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ കാലങ്ങളിലെല്ലാം UDF സർക്കാർ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ദിനേശ്. ഐക്യജനാധിപത്യ മുന്നണി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എന്നും സ്വീകരിച്ചു പോരുന്നത്. ഈ സാഹചര്യത്തിൽ തീക്ഷ്ണമായ പോരാട്ടങ്ങളിലൂടെ മാത്രമേ ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നും R ദിനേശ് പറഞ്ഞു. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. അതിന്റെ ഭാഗമായി കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു R ദിനേശ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഉത്കണ്ഠയിലാണ്, ആശങ്കയിലാണ്. കാരണം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള അവസരങ്ങളിലെല്ലാം സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങളെ കവർന്നെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നിഷേധിക്കാനുള്ള പലതരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീഷ്ണമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക അല്ലാതെ നിർവാഹമില്ല എന്ന് ഞങ്ങൾ ജീവനക്കാരോട് പറയുന്നത്. T മനു അധ്യക്ഷനായി. NGO അംഗങ്ങളായ TR റോയി, PB കൃഷ്ണകുമാർ, TS പ്രദീപ് കുമാർ, S ഉഷാകുമാരി, ഡോക്ടർ ചിന്നതുര, VV ലീനസ് എന്നിവർ സംസാരിച്ചു. 5 വർഷ തത്വം ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പരിഷ്കരിച്ച് അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത്. കുടിവെള്ള മാഫിയയുടെ അതിക്രമം. നീലംപേരൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വിഷം കലർത്തിയതായി പരാതി. നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിന് സമീപം നക്കര വീട്ടിൽ മോഹനൻ പിള്ളയുടെ വീട്ടിലെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ വിഷം കലക്കിയത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് കുടിവെള്ള വിൽപ്പന വ്യാപകമായ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ
പുളിങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി കുടിവെള്ളം വിൽപ്പന നടത്തുന്നവർക്ക് താക്കീത് നൽകുകയും ചെയ്തു. അനധികൃത കുടിവെള്ളം വിൽപ്പനയ്ക്കെതിരെ നിലപാട് എടുത്ത മോഹനൻ പിള്ളയോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ് ഇപ്പോൾ കിണറ്റിൽ വിഷം കലർത്താൻ കാരണം. ആകെ ഉണ്ടായിരുന്ന കുടിവെള്ളത്തിൽ വിഷം കലർത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മോഹനൻ പിള്ള കൈനടി പോലീസിൽ പരാതി നൽകി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കിണറ്റിൽ ഈ വിഷമൊഴിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവശ്യത്തിന് വെള്ളമേ എടുക്കാറുള്ളൂ. അപ്പം മോട്ടോർ ഓൺ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് വിഷത്തിൻ്റെയും മണ്ണെണ്ണയുടെയും മണം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കി ഓഫ് ചെയ്തത്. അതേ തുടർന്ന് ഞങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരിശോധിച്ച് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു സാമ്പിൾ എടുത്തു പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെ SI വന്ന് പരിശോധിച്ച കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. ഇനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് പരിശോധനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് SI പറഞ്ഞു. ഈ വെള്ളം വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് നീലമ്പേരിൽ ഈ അടുത്ത പ്രദേശത്ത് നമ്മുടെ ഈ വീടിനടുത്തുള്ള 2-3 വീടുകളിൽ നിന്നും വെള്ളം വ്യാവസായിക അടിസ്ഥാനത്തിൽ വിറ്റിരുന്നു. ഈ വിറ്റതിനെതിരെ നടപടിയായിട്ട് നാട്ടുകാരുടെ കൂടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളും കൂടെ അതിന് സഹകരിച്ചു എന്നുള്ളതാണ് ഇതിനുള്ള ഒരു ആക്ഷേപം. അപ്പം വെള്ളം വിൽക്കാൻ അനുവദിക്കാഞ്ഞതുകൊണ്ട് വെള്ളം വിൽപ്പന തടസ്സപ്പെടുത്തിയ വെള്ളം വിറ്റുകൊണ്ടിരുന്ന ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ സംശയിക്കും. തുടർന്ന് പോലീസ് സംഘവും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സ്ഥലം സന്ദർശിക്കുകയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഷ്റൂം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂൺ കൃഷി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയോടനുബന്ധിച്ച് കൂൺ വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. നെടുമുടി പഞ്ചായത്ത് ഓഫീസിന് സമീപം നെൽപ്പുരപ്പറമ്പിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രത്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അമ്മിണി ചാക്കോ അധ്യക്ഷയായി. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PG ചന്ദ്രമതി മുഖ്യപ്രഭാഷണം നടത്തി. ശില്പശാലയോടനുബന്ധിച്ച് നടന്ന പ്രദർശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. യശോദ സുകുമാരൻ, MK ചാക്കോ, VR ജയകുമാർ, നെല്ല് ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ S. ലീനാകുമാരി, ഡോക്ടർ RV നായർ, രഘുനാഥൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനർക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ 1957 നിന്ന് പുറകോട്ടടിപ്പിക്കുന്ന ഒരു നയസമീപനമാണ് വരേണ്യവർഗർക്ക് മാത്രം വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ഉഴുതിട്ട മണ്ണിൽ കേരളത്തിന്റെ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സഖാവ് P. കൃഷ്ണപിള്ളയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും സഖാവ് AK ഗോപാലനും വിതച്ച വിത്തിന്റെ ഫലമായിട്ടാണ് എനിക്കും നിങ്ങൾക്കും പൊതുവിദ്യാഭ്യാസത്തില് പഠിക്കുവാനും പൊതുവിദ്യാലയത്തിൽ പഠിച്ചതിന് ഫലമായി സർക്കാർ ഓഫീസുകളിലും വിദ്യാലയത്തിലും ജോലി നേടുവാനും കേരളം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞത്. ഇന്ന് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് പലരും വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, 4 വർഷം മുമ്പ് വരെ കേരളം ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് P. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ P. തിലകരാജ്, അരുൺകുമാർ, VK രാജു എന്നിവർ സംസാരിച്ചു. കൃഷി വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനം വഴിവിട്ടതാണെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായം പരിപൂർണ സത്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് കൈനഗിരി മണ്ഡലം കമ്മിറ്റി. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ സന്ദർശനം നടത്തിയ കൃഷിമന്ത്രി MP എന്ന നിലയിൽ തന്നെ അറിയിച്ചില്ലെന്നും മന്ത്രി സുഹൃത്തുക്കൾക്കൊപ്പം കായൽ സൌന്ദര്യം ആസ്വദിച്ച് കറങ്ങി നടക്കുകയായിരുന്നുവെന്നും കൊടിക്കുന്നിലിന്റെ ആരോപണവും 100% സത്യമാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നോബൽ P. ജോൺ കൈനഗിരി പറഞ്ഞു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം.
ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ജല അതോറിറ്റിക്ക് കിട്ടാനുള്ളത് 613.78 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധി മൂലം വെള്ളക്കരം വർദ്ധിപ്പിച്ച സർക്കാർ ഈ തുക തിരിച്ചുപിടിക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. 613.78 കോടി രൂപയിൽ 38 കോടി രൂപ വ്യവസായികളുടെ മാത്രം കുടിശ്ശികയാണ്. വൻകിട ഉപഭോക്താക്കളിൽ നിന്നും സർക്കാരിന് ലഭിക്കുവാനുള്ളത് 310 കോടി രൂപയാണ്. അതേസമയം മറുഭാഗത്ത് 50% മുതൽ 60% വരെ നിരക്ക് വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണ്. 200 കോടി രൂപ അധിക വരുമാനം ലഭിക്കുവാൻ വേണ്ടിയാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ ഫ്ളാറ്റുകൾ, വൻകിട ഹോട്ടലുകൾ മുതലായവരിൽ നിന്നും നികുതി പിരിക്കുവാൻ യാതൊരു നടപടിയും നടക്കുന്നില്ല. ജല അതോറിറ്റിക്ക് 394 രൂപ കുടിശ്ശിക ഉള്ളതായാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. CAG റിപ്പോർട്ട് അനുസരിച്ച് 582 കോടിയും ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്നും ജല അതോറിറ്റിക്ക് 112.42 കോടി രൂപ ലഭിക്കാനുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 153 കോടി രൂപയും ഇതുവരെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത 16.52 ലക്ഷം കണക്ഷനുകളുമുണ്ട് പട്ടികയിൽ. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നും ലഭിക്കുവാനുണ്ടായിട്ടും അവ തിരിച്ചുപിടിക്കുവാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ താഫ് ഡെലിക്കസിയിൽ നടന്ന ദിനാചരണം ആലപ്പുഴ ADM ആന്റണി ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. ചില രീതിയിൽ പുള്ളിയെ പിന്നോട്ടടിക്കുന്നുണ്ടായിരിക്കും, എന്നാലും ജനങ്ങളുടെ മുന്നിൽ പുള്ളി ഒരു ഹീറോയാണ് അല്ലേ. നമ്മളിപ്പോ LPG വകുപ്പിൽ പുള്ളി ഇന്നത്തെ പേപ്പറിൽ 3.16 കോടി രൂപ കണ്ട് പുള്ളി ഫൈനടിച്ചു. ഇപ്പം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കുറെ പേര് അതിനെ എതിർക്കുന്നുണ്ടായിരിക്കും, നെഗറ്റീവ്സ് എതിർക്കും, പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ളവരെല്ലാം അതിനെ അംഗീകരിക്കും. അതാണ് അതിൻ്റെ ഒരു ഘടകം. ഇപ്പം നമ്മുടെ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഇങ്ങനെ നെഗറ്റീവ്സ് നമ്മൾ നേരിടേണ്ടി വരും. അതങ്ങനെ കിടക്കട്ടെ, പക്ഷെ നമ്മളെ അംഗീകരിക്കുന്ന പോസിറ്റീവ് ഒത്തിരി ഉണ്ട്. നമ്മൾ ആ പോസിറ്റീവിലേക്ക് തന്നെ പോയാൽ മതി. ഹെൽത്ത് ഇൻസ്പെക്ടർ ആരായാലും ആ പോസിറ്റീവ് നമുക്ക് എപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു കരുത്ത് നൽകും എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ 34 വർഷം സർവീസായ ഒരു ഉദ്യോഗസ്ഥനാണ്. ജില്ലാ പ്രസിഡന്റ് PM ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ CO രാജേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബാബുരാജ്, TP കൃഷ്ണൻ, OR വിക്രമൻ, V സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വ്യക്തിത്വ വികസന ക്ലാസും നടന്നു. തെക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ 83ാമത് പൊതുയോഗവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ബാങ്ക് ഹാളിൽ അഗസ്റ്റിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ 2015-16 ബഡ്ജറ്റ്, ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും 2012-13 വായ്പയെടുത്തതിന് അംഗീകാരവും
2013-14 വർഷത്തെ വായ്പ എടുക്കുന്നതിന് അംഗീകാരവും നൽകി. ഭരണസമിതി അംഗങ്ങളായ ജോൺ സെബാസ്റ്റ്യൻ എട്ടിൽ, KR മംഗളാനന്ദൻ വാഴത്തറ, അഡ്വക്കേറ്റ് സുദീപ് വി നായർ പത്തിൽ, പീലിപ്പോസ് കുര്യൻ അറ്റത്തിച്ചിറ, സന്തോഷ് കുമാർ എം പത്തിൽച്ചിറ, ദീപ പ്രദീപ് കടമ്പുന്തറ, ലിസമ്മ ജോൺസൺ കൊട്ടാരത്തിൽ, സരിത രജിമോൻ നാലുപറ എന്നിവർ പങ്കെടുത്തു. പള്ളിക്കൂട്ടമ പുളുങ്കുന്ന് നടവഴി നാട്ടുകാർ മണ്ണിട്ട് ഉയർത്തി. മാസങ്ങളായി തകർന്നു കിടക്കുന്ന വഴിയുടെ ശോചനീയാവസ്ഥ അധികൃതർ പരിഹരിക്കാത്ത പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ മണ്ണിട്ട് ഉയർത്തിയത്. വെള്ളപ്പൊക്കം മൂലമാണ് വഴി തകരുവാൻ കാരണമാക്കിയത്. നടവഴി യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകി മടുത്ത നാട്ടുകാർ സ്വന്തം പണം ഉപയോഗിച്ചാണ് വഴിയിലെ കുഴികൾ അടച്ചത്. 2 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന വഴി പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പുളുങ്ങുന്ന് AC കനാലിൽ നിന്ന് പുളുങ്ങുന്ന ആറ്റിലേക്ക് പോകുന്ന തോടിന്റെ പടിഞ്ഞാറക്കരയിൽ ജീവിക്കുന്ന കുറെ 10-30 പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരമുള്ള 10-30 വീട്ടുകാരുടെ ദുരിതയാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ പോകുന്നതാണ് പുന്നക്കര സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി. അതുകൂടാതെ പുളുങ്ങുന്ന റോഡിലേക്ക് വെള്ളം കയറുമ്പോൾ എല്ലാ വാഹനങ്ങളും അല്ലാത്തവഴി ഇതിലേ പോയി ഈ എല്ലാ വെള്ളപ്പൊക്കത്തിനും വെള്ളം കയറി ഈ റോഡ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നിരന്തരമായി ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ 10,000-2,000 രൂപ പിരിവെടുത്താണ് ഈ റോഡ് നന്നാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ബഹുമാനപ്പെട്ട MLAക്ക് വരെ നിരവധി പ്രാവശ്യം നിവേദനം നടത്തിയിട്ടും ഇതിന്റെ പുറത്ത് ഒരു കൽക്കെട്ട് നിർമ്മിക്കാനോ ഒരു നടപടി നന്നാക്കാനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവസാനമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട MP കൊടുക്കുന്ന സുരേഷ് സാറിന് ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഇനി അവസാനത്തെ ഞങ്ങളുടെ പ്രതീക്ഷ. പുളിങ്കുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ പുളിങ്കുന്ന് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ കുടുംബ നവീകരണ സെമിനാർ നടന്നു. ഫൊറോന ഡയറക്ടർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് ബാബു വടക്കേക്കളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സെമിനാറിൽ ജോസ് കൈലാത്ത്, വർഗീസ് മാത്യു നെല്ലിക്കൽ, ജാൻസി ജോസഫ്, സിനി എബ്രഹാം എന്നിവർ സംസാരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം 1201 കൊടുപ്പുന്നയുടെ വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജീവം വിടർന്നത് ചമ്പക്കുളം ചുണ്ടനിൽ. രാജീവ് ഗാന്ധി ട്രോഫി വെന്നീസ് ബോട്ട് ക്ലബ് തുഴഞ്ഞ ചമ്പക്കുളം പുത്തൻ ചുണ്ടൻ 21ാമത് ജലോത്സവ ജേതാവായി. പ്രാദേശിക ജലോത്സവങ്ങളെ അവഗണിക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രാദേശിക MLAമാരാണ് ജലോത്സവത്തിന് ഫണ്ട് അനുവദിക്കേണ്ടത്. 2 ലക്ഷം രൂപ പുളുങ്കുന്ന് വള്ളംകളിക്ക് അനുവദിച്ചതായും ആഭ്യന്തരമന്ത്രി. ഉറവിടം മാലിന്യം സംസ്കരണം ഇടതുപക്ഷ വീക്ഷണത്തിൽ. ഉറവിട മാലിന്യ സംസ്കരണ സെമിനാർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.